റഹീം ഹായ്. വിളിച്ചിരുന്നു അല്ലേ? ഇന്നലത്തെ ഈ ദിവസം കഴിയാൻ വേണ്ടി ഇങ്ങനെ കാത്തുനിന്നു. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞ് സന്തോഷായില്ലേ? നന്ദി പറയണ്ടെങ്കിൽ അയ്യോ എന്നോടൊന്നും നന്ദി പറയണ്ട, സൃഷ്ടാവിനോട് മാത്രമേ നന്ദി പറയണ്ടൂ. കാരണം എന്താ വെച്ചാല് നിങ്ങളുടെ സമയമായിട്ടില്ല. വർഷങ്ങളോളം ജയിലിൽ തന്റെ ജീവിതം തള്ളി നീക്കിയ അബ്ദുൽ റഹീം തിരിച്ചു വരികയാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തത്രത്തോളം വർഷം ജയിലിൽ ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അബ്ദുൽ റഹീം. അദ്ദേഹത്തിന്റെ യൗവനം മൊത്തം ജയിലിനകത്ത് നഷ്ടപ്പെട്ടു. ഒരു നല്ല കാലത്തിൽ വിവാഹം കഴിക്കാൻ പറ്റിയിട്ടില്ല, മക്കളുണ്ടാക്കാൻ പറ്റിയിട്ടില്ല, കുടുംബജീവിതം നയിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഏകദേശം ഇതെല്ലാം കഴിഞ്ഞ് ഒരു മിഡിൽ ഏജ് എത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ എന്തായാലും അബ്ദുൽ റഹീം തിരിച്ചു വരാൻ വേണ്ടി പോവാണ്. നമ്മൾക്കറിയാം കേരളക്കര ഒന്നടങ്കം ഏറ്റെടുത്ത കേസായിരുന്നു അബ്ദുൽ റഹീമിനെ. എങ്ങനെയെങ്കിലും അബ്ദുൽ റഹീമിനെ മോചിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഓരോ മലയാളിയുടെയും ഒരു ലക്ഷ്യമായി മാറിയപ്പോൾ 34 കോടി രൂപ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നമ്മളത് സ്വരൂപിച്ച് അബ്ദുൽ റഹീമിൻ്റെ അക്കൗണ്ടിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കൈമാറിയ കാശ് സൗദി അറേബ്യയിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ അത് അഡ്വക്കേറ്റ് മുഖേന കോടതിയിൽ വെച്ചിട്ട് അവരുടെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതായത് കൊല ചെയ്യപ്പെട്ട പയ്യന്റെ കുടുംബത്തിന് കൈമാറുകയും ചെയ്ത സമയത്ത് അബ്ദുൽ റഹീമിന്റെ വധശിക്ഷ നീക്കി എന്നാണ് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. ഈ ഒരു വാർത്ത കേട്ട സമയത്ത് അബ്ദുൽ റഹീമിന്റെ ഉമ്മയുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ വീണു. എന്തായാലും ആ ഉമ്മ ഭയങ്കരമായിട്ടുള്ള കാത്തിരിപ്പിന്റെ പിന്നാലെയാണ്. അപ്പം എന്തായാലും അബ്ദുൽ റഹീമിനെ ഇങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു മോചനത്തിലേക്ക് എത്തിച്ചതിൽ ഒരു മെയിൻ ഫാക്ടർ അല്ലെങ്കിൽ ഒരു വലിയ മനുഷ്യൻ എന്ന് പറയുന്നത് ബോച്ചയാണ്. ബോച്ചെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂറിനെ നമുക്ക് മറക്കാനായിട്ട് പറ്റില്ല. ബോച്ചെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു കേരളക്കരയെ മൊത്തം ഈ ഒരു വിഷയം ഒരു ക്യാമ്പയിൻ ആക്കി ഏറ്റെടുത്തുകൊണ്ട് അതിലേക്ക് ആളുകൾ എത്തിച്ചത് നമ്മുടെ ബോച്ചെ സാറാണ്. അപ്പോൾ ഇതിന് ശേഷം അതായത് ബോച്ചെ ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം ഈ ഒരു കാശ് കൈമാറി ഇനി അബ്ദുൽ റഹീം വളരെ പെട്ടെന്ന് തന്നെ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നാട്ടിലേക്ക് എത്തുമെന്ന് അറിഞ്ഞതിന് ശേഷം ബോച്ചയും അബ്ദുൽ റഹീമും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. എന്തായാലും നമുക്ക് ആ വിഷ്വൽ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. റഹീം ഹായ്. വിളിച്ചിരുന്നു അല്ലേ? ഇന്നലത്തെ ഈ ദിവസം കഴിയാൻ വേണ്ടി ഇങ്ങനെ കാത്തുനിന്നു. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞ് സന്തോഷായില്ലേ? നന്ദി പറയണ്ടെങ്കിൽ അയ്യോ എന്നോടൊന്നും നന്ദി പറയണ്ട, സൃഷ്ടാവിനോട് മാത്രമേ നന്ദി പറയണ്ടൂ. കാരണം എന്താ വെച്ചാല് നിങ്ങളുടെ സമയമായിട്ടില്ല. ഓരോരുത്തർ ജനിക്കുമ്പോ കുട്ടിയാണാണോ പെണ്ണാണോ മരണം എപ്പോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വര മാറ്റാൻ ആർക്കും അധികാരമില്ല. നിങ്ങളുടെ സമയമായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിനൊരു കാരണമായെന്ന് മാത്രമേ ഉള്ളൂ. സമയമൊക്കെ തെളിഞ്ഞ് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നിങ്ങളുടെ കുടുംബത്തിന് എല്ലാവർക്കും പ്രാർത്ഥിക്കുക. എന്നെ കൊണ്ട് അതേ സാധിക്കും. വായിക്കാൻ നേരിട്ട് കാണാം. സന്തോഷമായിട്ടിരിക്കുക. എന്തായാലും ആ സന്തോഷം കണ്ടാൽ മതി. എന്തായാലും നിങ്ങൾ വിളിച്ചല്ലോ. ഒരുപാട് സന്തോഷം. സൃഷ്ടാവിനോട് നന്ദി പറയും. തീർച്ചയായിട്ടും ഈ കോടതിന്റെ തീരുമാനം അറിയാൻ വേണ്ടി ഇങ്ങനെ നിന്നേരും. ഏതായാലും ഇന്നലെ കോടതി പോയി എല്ലാം ഭംഗിയായി മുമ്പിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ വക്കീലന്മാരുണ്ടായിരുന്നു. അറിയുന്നുണ്ട്. ഒരുപാട് സന്തോഷമായി. ഞാൻ അറിയുന്നുണ്ട് ഓരോ സ്റ്റേജുകളും. നിങ്ങളെ കുടുംബത്തിന് എല്ലാവർക്കും എന്നെ കൊണ്ട് കഴിഞ്ഞ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നും കുഴപ്പമില്ല. എന്തായാലും ഒരു ജീവൻ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. എല്ലാവരുടെയും സന്തോഷം അതാണ്. നമുക്കൊക്കെ ഒരുപാട് പേര് ഒരു ജീവൻ രക്ഷിക്കാൻ ഒരുപാട് പേര് ഒരുമിച്ച് ഒരുപാട് പേര് എന്തായാലും നിങ്ങളൊന്നും മറക്കാൻ പറ്റാത്തൊരു ഇതാണ് നിങ്ങളെ ഭാഗത്തുനിന്ന് കിട്ടിയത്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ട പല കാര്യങ്ങളല്ലേ ഇതൊക്കെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരാവശ്യങ്ങൾ വരുമ്പോ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ഭാഗം. കഴിച്ച് സ്ത്രീക്ക് 18 വർഷം മുമ്പ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ വൈകിയ വേളയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ എന്നുള്ളത്. അതുകൊണ്ട് അതിനുള്ള സമയങ്ങളൊക്കെ ഇനി ഒരു കച്ചവടമൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. ചായപ്പൊടിയുടെ ഒരു ഫ്രാഞ്ചൈസി ബോച്ചെ പാർട്ട്ണറാക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇനി ഇവിടെ വന്നിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാനും കഷ്ടപ്പെടാനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ അതിനുള്ളൊരു പരിപാടിയും കൂടെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സുഖകരമായിട്ട്
ഉമ്മയ്ക്കൊക്കെ ജീവിക്കാനും സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാനും ഒക്കെ ചെയ്യാം. ഇനിയാണ് ഏറ്റവും വലിയ ടെൻഷൻ. ഇപ്പൊ സാധാരണ ഞാൻ ഓർക്കണത്, ഞങ്ങള് ഈ ഹോസ്റ്റലിൽ പഠിക്കുമ്പോഴേ സ്കൂളില് വെക്കേഷൻ ആവാനായിട്ടുള്ള ടെൻഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലേ, ബോച്ചേനോട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അബ്ദുൾ റഹീം എന്നുള്ളത്. വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഒരു 34 കോടി രൂപ സ്വരൂപിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിന് ബോച്ചെ മുൻകൈ എടുത്തുകൊണ്ട് ചൂടില്ല, മഴയില്ല, വെയിലില്ല, അതൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം ക്യാമ്പയിനിന് ഇറങ്ങിക്കൊണ്ട് ആളുകളെല്ലാവരെയും ചേർത്ത് പിടിച്ച്, സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് 34 കോടി എത്തിച്ചത്. അതിൽ തന്നെ 1 കോടി മൊത്തം ബോച്ചയുടെ മാത്രമാണ്. അങ്ങനെ ബോച്ച എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, താങ്കളോട് നന്ദി പറഞ്ഞാൽ തികയില്ല എന്നല്ല. അപ്പോൾ ബോച്ച പറയുന്നുണ്ട്, എന്നോടല്ല നന്ദി പറയേണ്ടത്, നാഥനോടാണ് നന്ദി പറയേണ്ടത്. ഞാൻ അല്ല നിന്നെ സഹായിച്ചത്, ഈ കേരളക്കാരെ മൊത്തമാണ് സഹായിച്ചത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇവരുടെ ഒരു കോൺവെർസേഷൻ, ഇവരുടെ ഒരു സംസാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു കേട്ടോ. ബോച്ചയാണ് സഹായിക്കാൻ ഒരുപാട് മുന്നോട്ട് വന്നത്. പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോച്ച പറയുന്നുണ്ട്, തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അബ്ദുൾ റഹീം നമുക്കറിയാലേ, ഒരുപാട് വർഷങ്ങൾ ജയിലിൽ കിടന്നിട്ട് നാട്ടിലുള്ള ടച്ചും കണക്ഷനും ജോലിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും പോയിട്ടുണ്ട്. അപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നീ വീണ്ടും ഓട്ടോറിക്ഷ ഓടിക്കാൻ നിൽക്കണ്ട, നിനക്ക് വേണ്ടി ഞാനൊരു ബിസിനസ് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. എൻ്റെ ബിസിനസ് പാർട്ട്ണർ ആകാനാണ് ഞാൻ നിന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിനക്ക് വേണ്ടി ഒരു ബിസിനസ്, ബോച്ചെ ടീ ഒരു ഔട്ട്ലെറ്റ് നിനക്ക് തുറന്നു തരുന്നുണ്ട്. ഇനി കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് സന്തോഷമായിട്ട് ശിഷ്ടകാലം ഉമ്മയുടെ കൂടെ ജീവിക്കുമെന്നും കൂടെ ബോച്ചെ പറയുന്നുണ്ട് കേട്ടോ. എത്ര മധുര മനോഹരമായിട്ടുള്ള വാക്കുകളാണ്. ഒരു മനുഷ്യ സ്നേഹിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് സാധിക്കുള്ളൂ. മനുഷ്യസ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യന്മാരായി ജനിച്ചത് കൊണ്ട് ഉണ്ടാവണമെന്നില്ല. പൈസക്കാർക്ക് പ്രത്യേകിച്ചും മനുഷ്യസ്നേഹം ഇല്ല, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല. പക്ഷെ ചില ആളുകൾക്കെങ്കിലും ഉണ്ടാവാറില്ല. പൈസയുടെ അഹങ്കാരത്തിൽ പാവപ്പെട്ടവരെ മറന്നു പോകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലും കാണാനായിട്ട് സാധിക്കും. പക്ഷെ ബോച്ചെ അങ്ങനെയല്ല. പാവങ്ങളുടെ പൈസക്കാരെന്നാണ് നമ്മൾ ബോച്ചനെ പറയാനുള്ളത്. ആർക്കും എന്ത് സഹായം ഏത് സമയം വേണമെങ്കിലും ബോച്ചയെ സഹായിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ 1-2 വീഡിയോസ് ബോച്ചെ വേറെയുള്ള കുറേ ആളുകളെ സഹായിക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ നന്നായിട്ട് തന്നെ അത് അദ്ദേഹം പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ വിശാലത, ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി, ഇതെല്ലാം വളരെ പ്രശംസനാർഹമാണ്. അദ്ദേഹത്തിന് എന്തായാലും പടച്ചോൻ ദീർഘായുസ്സും ആഫിയത്തൊക്കെ കൊടുക്കട്ടെ. ഈ പണക്കാരായിട്ടുള്ള വലിയ വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് ബോച്ചെ ഒരു റോൾ മോഡലാണ്. കാരണം ബോച്ചനെ കണ്ടുപഠിക്കാൻ ഒരുപാടുണ്ട്. എന്നെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ പണക്കാരായിട്ടുള്ള ആളുകൾക്കും എല്ലാവർക്കും ബോച്ചേൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ലെസൺസ് പഠിക്കാനുണ്ട്. സഹജീവികളെ എങ്ങനെ ചേർത്ത് നിർത്തണമെന്ന് പഠിപ്പിക്കുന്നതിന് ഒരു വലിയ പേരാണ് ബോച്ചെ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.